നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ള, എന്നാൽ അധികമാരും പുറത്തു പറയാത്തൊരു വികാരത്തെക്കുറിച്ചാണ്. ഏകാന്തതയെക്കുറിച്ച്. ലൈഫ് ലോങ് ലേണിംഗ് പ്രോത്സാഹിപ്പിക്കുന്ന 20 വർഷത്തോളമായി നിലവിലുള്ള ടീഗ.com എന്ന ബ്ലോഗിലെ ഡി.ആർ. നായരുടെ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് വിശദീകരിക്കുന്നത്. നമുക്ക് വളരെ പരിചിതമായ ഒരു ഫീലിംഗിൽ നിന്ന് തുടങ്ങിയാലോ? നിങ്ങൾക്കൊരു വീടുണ്ട്, നല്ല ജോലി, ചുറ്റും സുഹൃത്തുക്കൾ. അങ്ങനെ നോക്കുമ്പോൾ ജീവിതം പെർഫെക്റ്റാണ്. പക്ഷേ എന്തോ ഒരു ശൂന്യത, എന്തോ ഒന്ന് മിസ്സിംഗ് ആണെന്നൊരു തോന്നൽ. ശരി, അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഈയൊരു വികാരത്തെ ശരിക്കും മനസ്സിലാക്കുന്നത് മുതൽ അതിനെ മറികടക്കാനുള്ള വഴികൾ വരെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലായ്മ തോന്നുന്ന ആ ഒരു വിചിത്രമായ അവസ്ഥ, അതിനെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ ഒരു അനുഭവം എങ്ങനെയാണെന്ന് നോക്കൂ. നമുക്കൊരു വീടുണ്ട്, പക്ഷെ അതൊരു ഭവനമായിട്ട്, ഒരു സ്നേഹമുള്ള ഇടമായിട്ട് തോന്നുന്നില്ല. ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ ആരും നമ്മളെ ശരിക്കും കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നൊരു തോന്നല്. കഴിക്കുന്ന നല്ല ഭക്ഷണത്തിന് പോലും ഒരു രുചിയില്ലാത്ത പോലെ. പുറമേ നിന്ന് നോക്കുന്നവർക്കെല്ലാം എല്ലാം തികഞ്ഞ ജീവിതം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത. ശരി, ഈ ശൂന്യത എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഏകാന്തത എന്ന വാക്കിനെ തന്നെ നമുക്ക് പുതിയൊരു രീതിയിലൊന്ന് നോക്കിക്കാണാം. അത് ശരിക്കും എന്താണ്? ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസമുണ്ടല്ലേ? ഒറ്റയ്ക്കിരിക്കുന്നതും ഏകാന്തത അനുഭവിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒറ്റയ്ക്കിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. കുറച്ചുനേരം ഒറ്റയ്ക്ക് ഒരു പുസ്തകം വായിച്ചിരിക്കുന്നത് നമുക്കൊരു സമാധാനം തരും. എന്നാൽ ഏകാന്തത അങ്ങനെയല്ല. അത് 100 പേരുടെ നടുവിൽ നിൽക്കുമ്പോഴും നമുക്ക് തോന്നാവുന്നൊരു ഫീലിംഗാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഏകാന്തത എന്ന് പറയുന്നത് ആളുകൾ ഇല്ലാത്ത ഒരവസ്ഥയല്ല, മറിച്ച് നമുക്ക് വേണ്ടപ്പെട്ട അർത്ഥവത്തായ ബന്ധങ്ങളില്ലാത്ത ഒരവസ്ഥയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. അപ്പോൾ ഈ ഏകാന്തത എവിടുന്നാണ് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ചില കഥകളിൽ നിന്നും പ്രതീക്ഷകളിൽ നിന്നുമൊക്കെയാണ് ഈ വികാരമുണ്ടാകുന്നത്. സത്യത്തിൽ ഈ കഥകളും ചിന്തകളുമൊക്കെയാണ് നമ്മുടെ ഏകാന്തതയുടെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു രൂപരേഖ. അപ്പോൾ ഇതിലെ ഏറ്റവും ശക്തമായ ആശയം ഇതാണ്: ആ വാസ്തുശില്പി നമ്മളാണെങ്കിൽ, ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയത് നമ്മളാണെങ്കിൽ, ആ ഡിസൈൻ മാറ്റാനും നമുക്ക് തന്നെ കഴിയില്ലേ? തീർച്ചയായും കഴിയും. അപ്പോൾ ശരി, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ആന്തരിക ഭവനം പുനർനിർമ്മിക്കുക? ഈ ഡിസൈൻ എങ്ങനെ മാറ്റിയെഴുതാം? അതിനായിട്ട് വളരെ വ്യക്തമായൊരു പ്ലാൻ നമുക്ക് മുന്നിലുണ്ട്. അതൊരു 3 സ്റ്റെപ്പ് ബ്ലൂ പ്രിന്റാണ്. ഈ 3 ഘട്ടങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെ ആ ശൂന്യത മാറ്റി അവിടെ ഒരു പൂർണ്ണത കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്: സൗമ്യമായൊരു അകലം പാലിക്കുക. അതായത് നമ്മുടെ സന്തോഷത്തിനു വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നിർത്തുക. അവർ നമ്മളെ സന്തോഷിപ്പിക്കണം എന്ന് ഡിമാൻഡില്ലാതെ സൗഹൃദങ്ങളെ ആസ്വദിക്കാൻ പഠിക്കുക. ഇത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വന്തമായി ശ്വാസമെടുക്കാനൊരിടം തരും. ഇതൊരിക്കലും ഒരു അകൽച്ചയല്ല, മറിച്ചൊരു വ്യക്തതയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളുണ്ടാക്കിയെടുത്ത ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക. ചിലപ്പോൾ അതൊരു നടത്തമായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുന്നത്, ചെറിയൊരു ചിത്രം വരയ്ക്കുന്നത്, എന്തുമാകാം. സന്തോഷം പുറത്തുനിന്ന് വരേണ്ട ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് എന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക. അപ്പം നമ്മുടെ ഉള്ളിലെ ഈ അടിത്തറ ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറം ലോകവുമായിട്ടൊരു പുതിയ രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നോക്കാം. അതാണ് അടുത്ത ഭാഗം. അതാണ് 3ാമത്തെ സ്റ്റെപ്പ്, മറ്റുള്ളവരിലേക്ക് എത്താനുള്ളൊരു ശ്രമം. പക്ഷേ എനിക്കെന്തെങ്കിലും വേണം എന്ന രീതിയിലല്ല, മറിച്ച് എൻ്റെ കയ്യിലുള്ളത് പങ്കുവെക്കാൻ. ചിലപ്പോൾ ഒരു ചെറിയ പുഞ്ചിരി മതിയാവും, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ മതിലുകൾ തകർത്ത് പാലങ്ങൾ പണിയാൻ കഴിയും. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം. നമ്മളെ ഈ ഏകാന്തതയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു പെർഫെക്റ്റായ ആൾ എവിടെ നിന്നും വരില്ല. ആ ഒരു സിനിമാ സങ്കല്പം നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ നിന്ന് മാറ്റണം. കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരു പൂർണ്ണത നൽകാൻ നമുക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ പങ്കാളികളും സുഹൃത്തുക്കളുമൊക്കെ ആരാണ്? അവർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികരാണ്, അല്ലാതെ നമ്മളെ രക്ഷിക്കാൻ വരുന്ന രക്ഷകരല്ല. അപ്പോൾ നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് എത്തുകയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് ഏകാന്തതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ മൊത്തത്തിൽ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഇതുവരെ നമ്മൾ ഏകാന്തതയെ എങ്ങനെയാണ് കണ്ടിരുന്നത്? ഒരു ശിക്ഷയായിട്ട്, അല്ലെങ്കിൽ ഒരു പരാജയമായിട്ട്, ഒരു തടവറ പോലെയല്ലേ? എന്നാൽ ആ കാഴ്ചപ്പാട് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ഏകാന്തത ഒരു തടവറയല്ല, അതൊരു വഴിയമ്പലമാണ്. നമ്മളെത്തന്നെ വീണ്ടും കണ്ടെത്താനും നമ്മുടെ ഉള്ളിലെ വീട്ടിലേക്ക് തിരികെ യാത്ര ചെയ്യാനുമുള്ള ഒരു അവസരമാണത്. ഈയൊരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിൽ ഒരുപാട് സാധ്യതകളാണ് തുറന്നു വരുന്നത്. നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകും, സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാകും, പിന്തുടരാൻ സ്വപ്നങ്ങളുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആ വീട് ശരിക്കും ഒരു ഭവനമായി നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. നിങ്ങളുടെ ജീവിതം നിറമുള്ളതായി മാറും. നിങ്ങൾക്ക് ജീവനുണ്ടെന്ന്, നിങ്ങൾ അലൈവാണെന്ന് നിങ്ങൾക്ക് തോന്നും.
അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു വീടുണ്ടെന്ന് തോന്നാൻ ഇപ്പോൾ നിങ്ങൾക്കെടുക്കാൻ കഴിയുന്ന ആ ഒരു ചെറിയ ചുവട് എന്തായിരിക്കും? ഒന്നാലോചിച്ച് നോക്കൂ. കാരണം ആ ഒരൊറ്റ ചെറിയ ചുവടിലാണ് വലിയ യാത്രകൾ തുടങ്ങുന്നത്.